മാം ഇങ്ങനത്തെ ഒരു സീനാണ് കുട്ടികൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എക്സ്ട്രീംലി വയലൻസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് മാമിന് ഓക്കെ ആയിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്? ദൈവം ഇങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ഇവള് ഷൂട്ടോട് നടക്കുമ്പോൾ ഞാൻ ഹനീഫിന്റെ അടുത്തിരിക്കുവായിരുന്നു ചെയറിൽ. അപ്പൊ ലൈക്ക് എന്റെ ടെൻഷൻ ഇവളത് നന്നായി ചെയ്യും, ഞാൻ ഇതൊരു കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇവളൊന്നും ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് ഇവള് ഹനീഫ് എന്തെങ്കിലും പറയുമ്പോ അത് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് ആണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇത് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ അത് നമ്മുടെ സ്വന്തം മോളാകുമ്പോൾ അത് നന്നായിട്ടില്ലെങ്കിൽ അത് ആൾക്കാർ അത് പറയുമല്ലോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു എനിക്ക്. അപ്പൊ ഹനീഫ് പറഞ്ഞു ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര ഹാപ്പി. ലൈക്ക് ഷി ഡിഡ് ഇറ്റ് വെൽ. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ പുറത്തായിരുന്നു അന്ന്. ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതുപോലെ ചെയ്യണമെന്ന്? ഏറ്റവും കൂടുതൽ എടുത്ത ടിപ്പ് ഏതാണ്? ലൈക്ക് ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളത്. ചെയ്തുവല്ലോ അല്ലേ? സോ മൂവി കഴിഞ്ഞ ശേഷം എന്താണ് കുട്ടികളെ പ്രകടനത്തിനെ പറ്റിയിട്ട്, ലൈക്ക് ദ വേ ദേ ആർ ആക്ടിങ്, എന്താണ് എല്ലാവരും പറയുമ്പോൾ എന്താ കേൾക്കുമ്പോൾ തോന്നുന്നത്? എല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെയും ഒരു സീൻ ഉണ്ടായിരുന്നു, ബട്ട് അത് കട്ട് ചെയ്ത് പോയതാ തോന്നുന്നുണ്ട്. ബട്ട് രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവര് ഫസ്റ്റ് ഫ്രിഡ്ജില് തലട്ടടിക്കുന്ന കുട്ടിയുണ്ട്, പക്ഷെ അത് ഫേസ് ചെയ്ത് കാണിച്ചിട്ടില്ല, അത് മോളായിരുന്നു. അപ്പൊ അതൊക്കെ അവൾ നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിച്ചു? ഫ്രിഡ്ജിൽ അത് സീൻ സിനിമയിലുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ല. മുടി പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന സീൻസ് ഉണ്ട്, അപ്പൊ അത് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സീനില്. രണ്ടുപേരും നന്നായി ചെയ്തായിരുന്നു. ഒരുപാട് പറഞ്ഞ സ്പോയിലർ ആയി പോകും. ലിറ്ററലി നമുക്ക് ബാക്കിയുള്ള വയലൻസും ഓക്കെ ഫൈൻ നമുക്ക് പോകുന്ന വിചാരിക്കാം, പക്ഷെ കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു വയലൻസ് സീക്വൻസ് എന്ന് പറയുന്നത് ആൻഡ് ദേ ഡൺ ഇറ്റ് വെരി വെൽ, അതിലൊന്നും പറയാനുമില്ല. സോ അപ്പാർട്ട് ഫ്രം ഉണ്ണി എന്ന് പറയുന്ന ആക്ടർ, ബാക്കി ജഗദീഷ് ചേട്ടൻ്റെ ഒക്കെ അഭിനയം അല്ലെങ്കിൽ ദ സ്വാഗ് ദേ ആർ കീപ്പിംഗ് ഓൺ ദ എൻറ്റയർ മൂവി. ജഗദീഷ് ചേട്ടനൊക്കെ ഈ മൂവി സെലക്ട് ചെയ്തത് ഹനീഫ് ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ അത് ഹനീഫിന്റെ ഒരു ക്രിയേഷൻ ആണല്ലോ ജഗദീഷ് ചേട്ടന്റെ ഈ ഒരു ക്യാരക്ടർ. അത് ജഗദീഷ് ചേട്ടൻ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തെന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുണ്ടായിരുന്ന ചലഞ്ച്. ജഗദീഷ് ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്തതും. പിന്നെ സിദ്ദീഖായാലും, സിദ്ദീഖൊക്കെ എന്താ പറയാ, സിദ്ദീഖാടൊക്കെ സ്വാഗ് ഗംഭീരമാണ്. അത് ഫൈറ്റ് ആയാലും ഗംഭീരമായിട്ട് സിദ്ദീഖ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ചേട്ടനും സിദ്ദീഖയുടെ ഭാഗത്തുനിന്ന് അവർ നമ്മുടെ സിനിമയിലേക്ക് വരുന്നതാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അഭിമന്യു തിലകൻ സാറിന്റെ ഫാമിലി നിന്ന ആക്ടറാണ്. അപ്പൊ അഭിമന്യു ഒക്കെ ഗംഭീരമായിട്ട് അത് നമുക്ക് ഓൾറെഡി എക്സ്പെക്ടഡ് ആയിരുന്നു. അഭിമന്യുവിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു പെർഫോമൻസ് എക്സ്പെക്ടഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഞെട്ടിച്ചുള്ളത് ഇഷാൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഉണ്ണിയുടെ അനിയനായിട്ട് അഭിനയിച്ച, നമ്മളൊരിക്കലും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. കാരണം പുതുതായിട്ട് അഭിനയിക്കുന്നതാണ്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം ആക്ച്വലി ഇഷാനെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്ത ആൾ നന്നായി വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതെ. പിന്നെ ബാക്കിയെല്ലാം സിനിമയിൽ അഭിനയിച്ചല്ലോ. ആൻസൺ പോൾ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ നിന്നും വരാത്ത ഒരു ബ്രദറാണ്. ആ ഒരു രീതിയിൽ അത്രയും ഞങ്ങൾ സ്നേഹത്തിലാണ്. ആൻസന്റെ ഒക്കെ എനിക്ക് ഇതിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ളത് ആൻസൺ പോളാണ്. എനിക്ക് ഉണ്ണി തന്നെ ഒരു ഇന്റർവ്യൂലോ എവിടെയോ പറഞ്ഞിരുന്നു, ഇന്റർവ്യൂ അല്ല, ഒരു തിയേറ്റർ വിസിറ്റിന്റെ ഇടയിൽ പറഞ്ഞത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ണിയുടെ ക്യാരക്ടർ മാർക്കോ കഴിഞ്ഞാൽ ദേവരാജാണ്, അതായത് ആൻസൺ പോളാണ്. അതുകൊണ്ട് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടാണ് സിനിമ നന്നായത്. എടുത്തു പറയേണ്ടതാ, എല്ലാരും മത്സരിച്ച് അഭിനയിക്കാനെന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു മൂവിയിൽ ഉണ്ടായിരുന്നത്. ലൈക്ക് ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്നത് ആൾക്കുള്ള ഒരു ക്യാരക്ടർ, ലൈക്ക് നോർമൽ ഷർട്ട് മുണ്ട് ഇതെല്ലാം നമ്മൾ കാണുന്നതാ. ബട്ട് ജഗദീഷ് ചേട്ടന്റെ ഒരു സ്വാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ആളങ്ങോട്ട് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. ആൻഡ് ദ സീൻസ് ഹി ഈസ് ഡൂയിങ്. ആൻഡ് ഇതിലുള്ള ഇപ്പൊ നമുക്ക് വില്ലന്മാരുടെ സൈഡ് മാർക്കോ എക്സ്ട്രീം ആണെങ്കിൽ അതിന്റെ ഒരു പടി മുകളിലേക്കാണ് ഇതിലുള്ള വില്ലന്മാര് ചെയ്തിരിക്കുന്നത്. ഒരു പടി മേലെ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം ഉണ്ണിയുടെ ആക്ഷൻ സീൻസ് ഒക്കെ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ, കാരണം ഉണ്ണി ആക്ഷൻ ചെയ്ത് നമുക്കറിയാം, പക്ഷെ ഇങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഉണ്ണി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേലേക്ക് നിൽക്കുന്ന വയലൻസിലാണ് വില്ലനിസം വന്നതും അവരാണ്. പിന്നെ ആക്ച്വലി വെച്ചാല് എനിക്കുണ്ടായിരുന്ന ഒരു ഫീൽ എന്ന് വെച്ചാല് വില്ലൻ വയലൻസ് കാണിക്കുമ്പോൾ അത് അവിടെ ഒരു ഇമോഷൻ ഉണ്ട്. നായകൻ കാണിക്കുമ്പോൾ അവിടെ ഒരു ഇമോഷൻ ഉണ്ടാവില്ല, പക്ഷെ വില്ലൻ കാണിക്കുമ്പോഴാണ് ഇമോഷൻ. നമ്മളെ സിനിമയില് ഈ പറഞ്ഞ വയലൻസിൽ തന്നെ ഒരു ഇമോഷൻ കിട്ടിയിരുന്നു. അപ്പൊ അത് തന്നെ ആൾക്കാർക്ക് ഭയങ്കര കണക്ട് ആവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ വില്ലന്റെ എൻട്രി ഉണ്ടല്ലോ, കബീർ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കബീർ ശരിക്കും കബീറിന് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തൊരു സിനിമ ഇതാ. കബീറിന്റെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കബീർ. പുള്ളി ഒരു ബ്രദർലി ഫീലാണ്, ഒരു
ബോളിവുഡിൽ നിന്നാണ്, അല്ലെങ്കിൽ പുള്ളി അഭിനയിച്ചുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ സിനിമ ആയിരിക്കാം. പുള്ളിക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരമോ ഒന്നുമില്ല, ഒരു സാധാരണ നല്ലൊരു മനുഷ്യൻ. പക്ഷെ സിനിമയുടെ അകത്ത് അങ്ങനെയല്ല. ഉറപ്പായിട്ടും ഇവരായിട്ട് ഭയങ്കര കമ്പനിയാണ്, കബീറും ഇവരും ഭയങ്കര കമ്പനിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വില്ലന്മാരുടെ ഇടയിൽ ഇരുന്ന സമയത്ത്? ലൈക് വി ലിറ്ററലി നോ ഓക്കെ ഇതാണ് അടുത്ത സീൻ വരാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു പ്രിപ്പയർ ആയത്? Actually, one of the villains, Abhimanyu, we call him Biscuit Villain. ബിസ്ക്കറ്റ് വില്ലൻ എന്നാ വിളിക്കുക, കാരണം അഭി എപ്പോഴും ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്ക്കറ്റ് വില്ലൻ എന്നാ വിളിക്കുക. എല്ലാവരും ഭയങ്കര കോംബോ വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഇത് സെറ്റിൽ? അഭിയൊക്കെ ഇവരായിട്ട് ഭയങ്കര ഇഷാൻ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ദുർബ അവരെല്ലാവരും ആ ഫ്രണ്ട്ലി മൂഡ് ക്രിയേറ്റ് ചെയ്താണ് ഇവർക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയത് ആക്ട് ചെയ്യാനായിട്ട്. അതെ അതെ ഉറപ്പായിട്ടും. സോ സെലിബ്രിറ്റി പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അറിയുന്നതാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ബിസിനസ് സൈഡ്? എന്താണ് കച്ചവടം? എന്താണ് പറയൂ. കച്ചവടം ക്യൂബ്സ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മൾ സെയിം പേര് തന്നെയാണ് മീഡിയ പ്രൊഡക്ഷനും ഇട്ടത്. നമുക്ക് ലോജിസ്റ്റിക്സ് ഉണ്ട്, ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒക്കെ ചെറിയ ചെറിയ കമ്പനികൾ, കുറച്ചധികം ആക്ടിവിറ്റീസ് ചെറിയ ചെറിയ രീതിയിൽ. അതെ, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2011 ദോഹയിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2018 ജാനിലാണ് ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ UAE ലോജിസ്റ്റിക്സ് 2021 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മീഡിയ പ്രൊഡക്ഷൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് ഇപ്പൊ ലോജിസ്റ്റിക്സ് ആണ് ആൻഡ് ഒരു കരിയർ ലൈക്ക് ആ ഒരു ട്രീ ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ വരുന്ന സമയത്ത് ഹൗ മൂവി അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ? പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട്. സിനിമയും ബിസിനസ്സാണ്. പിന്നെ അതിൽ നമ്മളൊരു പാഷനും കൂടി ഉണ്ടാവണം, എന്നാലാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ബിസിനസ് മാത്രമായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാറിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അതിനൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആവാൻ ചാൻസസ് കുറവാണ്. ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പല്ല പറയുന്നത്, അതൊക്കെ ഓഡിയൻസ് സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ രണ്ടും കൂടി ഇൻവോൾവ് ആകുമ്പോൾ കുറച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിസിനസ് പ്ലസ് പാഷൻ. പാഷൻ മേക്സ് ദാറ്റ് ബിസിനസ്. സോ മാം എങ്ങനെയാണ് ആളുടെ ബിസിനസ്സിൽ പാർട്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട് ഓഫ് ബിസിനസ് ആണോ എങ്ങനെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി? ഞാനിപ്പോ കറന്റ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, മെന്റൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും മെന്റലി വീട്ടിൽ എനിക്കൊരു സമാധാനം തരണം. അത് തന്നാൽ തന്നെ ബാക്കിയെല്ലാം ഞാൻ ഓക്കെയാണ്. പിന്നെ മക്കളുടെ കാര്യങ്ങളായാലും അവള് നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളും. വൈഫ് മുൻപ് വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ കാര്യം ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി ഫ്യൂച്ചറിലും ചിലപ്പോൾ സിനിമ പ്രൊഡക്ഷനിലും എന്റെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ കാര്യങ്ങൾ നോക്കാൻ. പ്രൊഡ്യൂസർ ആയിട്ട് ഉണ്ട്, ബട്ട് ഞാൻ അതിന്റെ ബാക്കിൽ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇനി ഫ്യൂച്ചറിൽ എന്തായാലും വൈഫിനും ഒരു റോള് കൊടുക്കും. ഞാൻ അക്കൗണ്ട്സ് പാർട്ട് വൈഫിന്റെ കാര്യത്തിൽ അതാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഫേസ് റിവീൽ ചെയ്യാനുള്ളതും കൂടി ഉണ്ടല്ലേ, അതും കൂടെ അതൊരു ആക്ടിങ് സൈഡ് അല്ല, അതൊരു ചെറിയൊരു പോർഷൻ അല്ലേ. പക്ഷെ അതിന്റെ ബാക്ക് വർക്ക് ആണല്ലോ അതിന്റെ കൂടുതൽ വരുന്നത്. ഓക്കെ, പറയൂ, നിങ്ങൾ പറയൂ, കുട്ടികൾ പറയൂ, എന്താണ് അടുത്ത പരിപാടി? ഇപ്പൊ വെക്കേഷൻ ആണോ നടക്കുന്നത്? ഓക്കെ, ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞില്ല? എന്റെ 4th grade, സെക്കൻഡ് ഗ്രേഡ്. എങ്ങനെ ക്ലാസ് ഒക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. ഇപ്പൊ ഇനി മൂവിയിലേക്ക് ഇതുപോലെ കോളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പഠിത്തം ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകണം, ആക്ട് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകണം, അപ്പൊ എങ്ങനെയാണ്? So the school and acting in another side. So it's but then when we were acting there was no school. It was like holiday because we were going to the next grade. So we were fully free. So it's really easy for us to act and no hesitation. So not ready to commit any other projects for the time being, right? Yeah. So class തുടങ്ങി കഴിഞ്ഞാൽ very busy with studies ആയിരിക്കും എന്നാണോ പറയണേ? Now I'm not at all. എനിക്ക് ഒന്നിനും സമയമില്ല, പഠിക്കാൻ മാത്രമേ ടൈമുള്ളൂ. അങ്ങനെയൊന്നുമില്ല.